എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആരാധനയുടെ ഒരു സീരീസ് തുടങ്ങിയ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ പുണ്യം കർക്കിടകം എന്ന സീരീസിൻ്റെ 3ാമത്തെ ഭാഗമായാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ട് വന്നവരായിരിക്കും മിക്കവാറും എന്താണ് ഇന്ന് തന്നെ ഈ വസ്തുക്കൾ വീട്ടിൽ വാങ്ങി വയ്ക്കുക, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നാണ് അല്ലേ. എന്ത് വസ്തുക്കളാണ് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കേണ്ടത്, വെച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, ചുരുക്കി തന്നെ പറയാം. നമുക്ക് അത്യാവശ്യം, അതായത് മഹാലക്ഷ്മി വാഴുന്നൊരു സ്ഥലമാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഈ ചേട്ടാഭഗവതിയൊക്കെ മാറ്റി നമ്മൾ ശ്രീ ഭഗവതി കുടിയിരുത്തുന്ന ഈ കർക്കിടക മാസത്ത് 3 കാര്യങ്ങൾ അടുക്കളയിൽ തീരാൻ ഇടവരരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാണാത്തവരാണെങ്കിൽ പോയി കാണണേ. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2 തന്നെ പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 3 കാര്യങ്ങൾ പ്രത്യേകിച്ചും, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളത് വാങ്ങി വയ്ക്കാൻ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി വീട്ടിൽ കഴിയാറായി എന്നുണ്ടെങ്കിൽ കർക്കിടക മാസം വരുന്നതിന് മുമ്പ് 1-ാം തീയതിക്ക് മുമ്പ് തന്നെ വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. രണ്ടാമതായി ഉപ്പും കല്ലുപ്പായാലും പൊടിയുപ്പായാലും അത് പാത്രം തുടച്ച് നീക്കാനുള്ളൊരു അത് കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ളത് വരരുത്. അതേപോലെ തന്നെ 3ാമതായി അരി. അപ്പോൾ മഞ്ഞൾ, ഉപ്പ്, അരി, ഈ 3 കാര്യങ്ങളും കഴിയാറായി എന്നുണ്ടെങ്കിൽ, ഒരു മാസത്തിലേക്ക് നിൽക്കില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ വാങ്ങി വയ്ക്കൂ. അതിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വിളക്കിലൊഴിക്കുന്ന എണ്ണയും അതേപോലെ തന്നെ തിരിയും. അതും കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നത് വരെ വാങ്ങരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രാമായണ മാസകാലത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കുറിക്കാനും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ ചെയ്യും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ രാമായണത്തിൻ്റെ ഏകശ്ലോക രാമായണം, ദശപുഷ്പം എന്നീ കാര്യങ്ങളുടെ വീഡിയോ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളെ, അതായത് 16-ാം തീയതി, എല്ലാവരും കർക്കിടക മാസത്തെ വരവേൽക്കാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.